ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ നാരങ്ങയ്ക്കൊക്കെ നല്ല വിലക്കുറവാണ്. നമുക്ക് അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ പറ്റിയ ടൈമാണ്. ഞാനിവിടെ 2 കിലോ വാങ്ങിച്ചിട്ട് 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. 3 തരത്തിലാണ് തയ്യാറാക്കുന്നത്. ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ അതൊന്ന് കയറി കാണണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഈത്തപ്പഴം നാരങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നാരങ്ങ തിളപ്പിച്ചെടുക്കുക. അതിനായിട്ട് നേരത്തെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ചെറിയ തിള വരുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ ചേർത്തിട്ട് നാരങ്ങ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 4ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിലേറെ ചെറിയ പീസാണ് വേണമെങ്കിൽ അതുപോലെ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 4 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഈത്തപ്പഴം വേണം കേട്ടോ. ഞാനിവിടെ ചെറിയ രീതിയിൽ പഴുത്ത ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കറുത്ത നല്ല പഴുത്ത ഈത്തപ്പഴമാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഈത്തപ്പഴം ഇവിടെ മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് നല്ലെണ്ണ അത്യാവശ്യം ചേർത്ത് കൊടുക്കണം. നമ്മളിത് സൂക്ഷിച്ച് വെക്കുമ്പോൾ പൂപ്പലൊന്നും വരാതിരിക്കാനും മുകളിൽ ഇങ്ങനെ എണ്ണ പാറി നിൽക്കുന്ന രീതിയിലൊന്ന് എണ്ണ വേണം. അതിനായിട്ട് നമ്മൾ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ കുറച്ചായതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നല്ലെണ്ണയുടെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇനി എണ്ണ ചൂടായിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 പച്ചമുളക് നടുക്കി കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടീസ്പൂൺ അച്ചാറും പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പറയാൻ വിട്ടുപോയതാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പഴം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവയും കടുകൊന്ന് വറുത്ത് പൊടിച്ചതാണ്. അതുകൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കയ്യിൽ ഉലുവയും കടുകും പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ കായപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഞാനിതിലേക്ക് പൊടി ചേർത്തിട്ടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പഴ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ബെല്ലൈക്കന് കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളിൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.